ഇന്നത്തെ റെസിപ്പി ഒരു സാൻഡ്വിച്ചാണ്. ഇതെന്താ എപ്പോഴും സാൻഡ്വിച്ച് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചേക്കാം. ചിക്കൻ മയോ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്തിരുന്ന വെജ് മയോ സാൻഡ്വിച്ചിൻ്റെ ഒപ്പം തന്നെ പോസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന റെസിപ്പിയാണ്. പക്ഷെ അന്ന് വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നു തോന്നിയതുകൊണ്ടാണ് അന്ന് അതിൻ്റെ കൂടെ ഇടാതിരുന്നത്. അപ്പോൾ ചിക്കൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതൊന്ന് കണ്ടുവെക്കും. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ചിക്കൻ വേവിച്ചതാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിരിക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ വലിയ കഷ്ണങ്ങളായിട്ട് വേവിക്കുന്നതിനേക്കാൾ നല്ലതാണ് എപ്പോഴും കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നന്നായിട്ട് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ പിടിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ വെജ് മയോ സാൻഡ്വിച്ചിൽ ചേർത്ത പോലെ തന്നെ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. യെല്ലോയും ഗ്രീനും 1 ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ സവാളയും പച്ചമുളകും വേണം. 1.5 ടേബിൾ സ്പൂൺ സവാളയും 1 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നിങ്ങൾ ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കൈകൊണ്ട് തന്നെ ഒന്ന് ചെറുതാക്കി എടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് പാകത്തിനൊപ്പം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് മയനൈസ് ആണ്. 2 ടേബിൾ സ്പൂൺ മയനൈസും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പക്ഷേ നമ്മൾ വെജ് മയോ സാൻഡ്വിച്ചിൽ ചെയ്തതുപോലെ ഈ കൂട്ട് വെച്ചതിന് ശേഷമല്ല നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ ബ്രെഡ് സ്ലൈസസ് ആണ് നമ്മൾ ആദ്യമേ ടോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അരി കട്ട് ചെയ്ത് മാറ്റിയ ബ്രെഡാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ടോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ കൂട്ട് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. പാകത്തിന് ബട്ടറൊക്കെ ചേർത്തിട്ട് ബ്രെഡൊന്ന് നന്നായിട്ട് 2 വശവും മുരിച്ചെടുക്കുക. ഇപ്പോൾ ഇതേ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ് കൂടി വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. പാകത്തിന് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ മയോ സാൻഡ്വിച്ച്. വെജ് മയോ സാൻഡ്വിച്ച് പോലെ തന്നെയാണ്, വളരെ ഈസിയാണ്. നോൺ വെജുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. കൂടുതൽ യമ്മി വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.